നമ്മളോട് കുറേ ആളുകൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, സങ്കടം വരുമ്പോൾ കേൾക്കാറുണ്ട് എന്ന് പറയും. അങ്ങനെ കുറേ കേൾക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ആളുകൾ പറയണത് പഠിച്ചോൻ്റെ കാരുണ്യമാണ് കേട്ടോ, അല്ല നമ്മുടെ എന്തെങ്കിലും ഒരു മെച്ചം കൊണ്ടല്ല. അപ്പോൾ സങ്കടം വരുമ്പോൾ കേൾക്കാറുണ്ട്. സങ്കടം വരുമ്പോൾ കേൾക്കാറുണ്ട് എന്ന് പറയും. അപ്പം ഞാൻ ആലോചിക്കാറുള്ള കാര്യം, സന്തോഷം വരുമ്പോൾ എന്താ ആൾക്കാർ കേൾക്കാത്തതെന്നാണ്. സന്തോഷം വരുമ്പോൾ എന്താണ് ഇതൊന്നും കേൾക്കാത്തത്? പക്ഷെ എനിക്കതിന് ഉത്തരം കിട്ടി. സന്തോഷമുള്ള സമയത്ത് നമുക്ക് ആരെയും വേണ്ട, നമുക്ക് ജീവിതമുണ്ട്. അതാണ് സന്തോഷമുള്ള സമയത്ത് നമ്മൾ ജീവിക്കുന്നുണ്ട്. അവിടെ നമുക്ക് പുറത്തുനിന്ന് ആരെയും ആവശ്യമില്ല, പുറത്തുനിന്ന് ഒരാളുടെ വാക്കും ആവശ്യമില്ല, പുറത്തുനിന്ന് ഒരാളുടെ സപ്പോർട്ട് പോലും ആവശ്യമില്ല. പക്ഷെ സങ്കടം വരുമ്പോൾ നമ്മൾ ഒറ്റക്കാണ്. ഒരാൾ റിയൽ ആവുന്നത് എപ്പോഴാണെന്നറിയോ? ഒരാൾ റിയൽ ആവുന്നത് അയാളുടെ സങ്കടങ്ങളിലാണ്. ഞാൻ റിയൽ ആവുന്നത് എൻ്റെ സങ്കടങ്ങളിലാണ്. നിങ്ങൾ റിയൽ ആവുന്നത് നിങ്ങളുടെ സങ്കടങ്ങളിലാണ്. അപ്പോൾ ഒരാളോട് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരാളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കേൾക്കുമ്പോൾ ആ സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന ഒരു സംഭവമുണ്ട്. പ്രത്യേകിച്ചും നമുക്ക് കേൾക്കാൻ ഒരാളുണ്ടാകുന്നതോടുകൂടി നമ്മുടെ സങ്കടം പകുതി ആശ്വാസവും. ഉറപ്പാണ്, വെറുതെ പറയണമല്ല, ശരിക്കും അങ്ങനെയാണ്. ശരിക്കും ഈ ചെവിയുടെ ആകൃതി ഇങ്ങനെയല്ലേ ഏകദേശം അല്ലേ? രണ്ട് ചെവി ഇങ്ങനെ കൂട്ടി വെച്ച് നോക്കൂ, ഏകദേശം അതേപോലെ ആയിരിക്കും. കാരണം എന്താണെന്നറിയോ? നമ്മളെ കേൾക്കുന്നൊരു മനുഷ്യൻ നമ്മുടെ ഹൃദയത്തിൽ കയറും. സന്തോഷങ്ങൾ നമ്മൾ എല്ലാവരോടും പറയൂലേ? അല്ലെങ്കിൽ കാണിച്ചു കൊടുക്കെങ്കിലും ചെയ്യൂലേ? സ്റ്റാറ്റസ് ആയിട്ടോ സ്റ്റോറി ആയിട്ടോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മുടെ സന്തോഷങ്ങൾ നാട്ടുകാർ മുഴുവനും അറിയും, നമ്മുടെ സങ്കടങ്ങളോ. അപ്പം നമ്മൾ മിണ്ടാതാവുക ചെയ്യുക, നമ്മളെ ആർക്കും കിട്ടാതാവുക ചെയ്യുക. DP ഒക്കെ എന്തായാലും തെറിച്ചിട്ടുണ്ടാവും, അവിടെ ഉണ്ടാവില്ല. നമ്മളെ ആർക്കും കിട്ടൂല. കാരണം എന്താണ്? അവിടെ നമ്മൾ ഒറ്റക്കാണ്. പക്ഷെ ഒരാൾ നമ്മളെ കേൾക്കാനുണ്ടാവുമ്പോൾ നമ്മൾ ഒറ്റക്കല്ല എന്നുള്ളൊരു ഓർമ്മയാണ് ഉണ്ടാവുന്നത്. അപ്പോൾ അത് മാത്രമല്ല കേട്ടോ, നിങ്ങൾ സോഷ്യോളജി പഠിക്കുന്ന കുട്ടികളല്ല, അതുകൊണ്ട് പറയാം. നിങ്ങളുടെ ക്യാമ്പസിൽ അങ്ങനെ എന്തെങ്കിലും സംരംഭം ഉണ്ടോ? ഇങ്ങനെ കേൾക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങളുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ കേട്ടോ. ലിസണേഴ്സ് ക്ലബ്ബ് എന്ന് പറയുന്ന ഒരു രീതിയുണ്ട്. എന്ന് പറഞ്ഞാൽ അവിടെ പരിഹാരങ്ങളൊന്നും ഉണ്ടാവില്ല. വിഷമിക്കുന്ന ഒരാൾക്ക് എന്തെങ്കിലുമൊക്കെ ആരോടെങ്കിലും പറയണമെന്ന് ഉള്ളിൽ വിങ്ങുന്ന ഒരാൾക്ക് കയറി വന്ന് അവിടെ പറയാം. കേൾക്കാനൊരു മനുഷ്യൻ അവിടെ ഉണ്ടാവും. നിങ്ങൾ അങ്ങനെ ഒരു ക്ലബിന് രൂപം കൊടുക്കണം. എന്താ അതിൻ്റെ പേര്? ലിസണിങ് ക്ലബ്ബോ അല്ലെങ്കിൽ ലിസണേഴ്സ് ക്ലബ്ബോ അങ്ങനെയൊക്കെ പറയും. ലിസണിങ് ക്ലിനിക്ക് എന്നൊക്കെ പറയും. അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളിൽ 1 മണിക്കൂറിന് വലിയ ഫീ വാങ്ങിയിട്ട് ഇത് നടക്കുന്നുണ്ട്. എന്തിനാണ് ആളുകൾ വരുന്നത് അറിയോ? പറയാൻ. എന്നോട് നമ്മുടെ കുടുംബത്തിലൊരു വല്യമ്മ പറഞ്ഞിട്ടുണ്ട്, മോനെ നമ്മുടെ നാട്ടിലെ ഒരാളെ കുറിച്ച് ഒരു ഉണ്ണികൃഷ്ണൻ ഡോക്ടറുണ്ട്, ഹോമിയോ ഡോക്ടറാണ്. ആ ഹോമിയോ ഡോക്ടറുടെ അടുത്തേക്ക് 2 ആഴ്ച കൂടുമ്പോൾ ഇവരെന്തായാലും പോവും. പനിയാണെന്നോ ജലദോഷമാണെന്നൊക്കെ പറഞ്ഞിട്ട് പോവും. സത്യത്തിൽ അവർ പോകണത് എന്തിനാണെന്നറിയോ? ഹോമിയോ ഡോക്ടർമാർ കുറേ കാര്യങ്ങൾ ചോദിക്കും. അതുകൊണ്ട് അലോപ്പതി മറ്റേ ഇംഗ്ലീഷ് മെഡിസിൻ്റെ ഡോക്ടർമാരെ പോലെ അല്ല. അവർ ജസ്റ്റ് കേൾക്കുന്നു, അപ്പോഴേക്കും മരുന്ന് എഴുതുന്നു. ഇവരങ്ങനെയല്ല. അതിൻ്റെ റൂട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് ചോദ്യങ്ങളായിരിക്കും. നിങ്ങൾ ഹോമിയോ ഡോക്ടറെ അടുത്ത് പോയാൽ കുറേ സമയം കാത്തിരിക്കേണ്ടി വരും. അതിൻ്റെ കാരണം ഇവർ കുറേ ചോദിക്കും. ഈ ചോദ്യങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഈ വല്യമ്മ പോണത്. മനസ്സിലായോ? കാരണം ഇപ്പം നമുക്കൊരു സങ്കടം ഉണ്ടാകുമ്പോൾ, ഇപ്പം എനിക്കൊരു സങ്കടം ഉണ്ടാകുമ്പോൾ എനിക്ക് തന്നെ ഒരു ക്ലാരിറ്റി ഉണ്ടാവില്ല. എന്തത് സംഭവം? ഞാനിങ്ങനെ തലക്ക് കൈ കൊടുത്ത് ഇരിക്കുന്നുണ്ടാവും. എനിക്കെന്താണെന്നറിയില്ല, ആകെ മൂഡ് ഓഫാണ്, വിഷമാണ് എന്നൊക്കെ ഞാൻ ആൾക്കാരോട് പറയും. പക്ഷേ ഇതെന്താണെന്ന് എനിക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവില്ല. അതിൻ്റെ കാരണങ്ങളൊക്കെ അറിയാം എന്നല്ലാതെ എന്താണ് എൻ്റെ ഉള്ളിൽ നടക്കണതെന്ന് എനിക്ക് മനസ്സിലാവില്ല. പക്ഷെ ഒരാളോട് പറയുമ്പോഴോ എനിക്ക് മനസ്സിലാവും എൻ്റെ പ്രശ്നം എന്താണ്.
നമ്മുടെ പെൻഡ്രൈവ് ഇല്ലടാ, പെൻഡ്രൈവ്. പെൻഡ്രൈവിൻ്റെ ഉള്ളിൽ ഒരുപാട് സിനിമയും ചിത്രങ്ങളും വീഡിയോ ഫോട്ടോ ഒക്കെ ഉണ്ടാവില്ലേ, ഫയലുകളൊക്കെ ഉണ്ടാവും, വലിയ വലിയ പുസ്തകങ്ങൾ വരെ ഉണ്ടാവില്ലേ. പെൻഡ്രൈവ് ഇങ്ങനെ നോക്കിയാൽ അത് കാണാൻ കഴിയോ? അതിൽ ഡിവൈസിൽ കുത്തണം. ഒരു ഡിവൈസിൽ അത് കൊടുക്കുമ്പോഴാണ് ആ ഡിവൈസ് ഇങ്ങനെ കാണിച്ചു തരും എന്തൊക്കെയാണ് ഇതിനകത്തുള്ളത്. ഇതേപോലെയാ സങ്കടമുള്ള മനുഷ്യൻ, പെൻഡ്രൈവ് പോലെയാ. അയാളുടെ ഉള്ളിൽ നിറയെ ഉണ്ടാവും, വിങ്ങി നിൽക്കുന്ന കാര്യങ്ങളുണ്ടാവും. പക്ഷെ അങ്ങനെ വിങ്ങി നിൽക്കുമ്പോൾ അയാൾക്ക് മനസ്സിലാവില്ല ഇത് എന്താണ്. പക്ഷെ ഒരാളോട് ചെന്ന് പറയുമ്പോൾ അയാൾക്ക് തന്നെ മനസ്സിലാവും എന്താണ് അയാളുടെ പ്രശ്നം എന്ന്. അതുകൊണ്ടാണ് ലിസണിങ് ക്ലബ്ബുകൾ പ്രധാനമാവുന്നത്. പരിഹാരങ്ങളല്ല, സൊല്യൂഷനല്ല, അത് വേറെ ഒരു സംഭവമാണ്. ഇത് കേൾക്കാനൊരാളുണ്ടാവുമ്പോൾ ഒരു മനുഷ്യന് ഞാൻ ഒറ്റക്കല്ല എന്നുള്ള ഒരു ബോധമാണ് ഉണ്ടാവുന്നത്. സന്തോഷങ്ങളിൽ ഇതിൻ്റെ ആവശ്യമില്ല, സങ്കടങ്ങൾ. ഞാൻ ഈ അടുത്ത് കണ്ട ഒരു ഷോർട്ട് ഫിലിം ഉണ്ട്, നിങ്ങൾ പറ്റുകയാണെങ്കിൽ ഒന്ന് കണ്ടുകൊണ്ടു. ഒരു 15 വയസ്സൊക്കെ ഉള്ള ഒരു ഒരു ചെറുപ്പക്കാരൻ, അവനെ അങ്ങാടിയിലൂടെ ഇങ്ങനെ ആടിപ്പാടി നടക്കുകയാണ് അവൻ്റെ ചങ്ങാതിമാരുടെ കൂടെ. ഇടയ്ക്കിടയ്ക്ക് അവൻ്റെ മെസ്സേജ് വരുന്നുണ്ട്. അവൻ്റെ ഫ്രണ്ടാണ് ഒരു പെൺകുട്ടി. ആ പെൺകുട്ടി അവനിങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ മെസ്സേജിന് അവന് മറുപടി കൊടുക്കാൻ ഒന്ന് വൈകുമ്പോഴേക്ക് അവൾക്ക് ദേഷ്യം വരുന്നുണ്ട്. എനിക്കെന്താണ് അവിടെ പണി എന്നൊക്കെ ചോദിച്ചിട്ട് ഇവനോട് ദേഷ്യപ്പെടുന്നുണ്ട്. അങ്ങനെ കുറേ സമയം കഴിഞ്ഞ് എൻ്റെ ചങ്ങാതിമാരൊക്കെ പോയി. ഒരു സമയം കഴിഞ്ഞപ്പോൾ ചങ്ങാതിമാരൊക്കെ പോയി, ഇവൻ ഒറ്റക്കായി. നിങ്ങൾ ശരിക്കും കേൾക്കണം കേട്ടോ, ഇവൻ ഒറ്റക്കായി. അപ്പോൾ അവന് ഫോണിൽ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കണ്ണിങ്ങനെ പെട്ടെന്ന് വെട്ടിച്ച് നോക്കുമ്പോൾ കുറച്ചപ്പുറത്ത് ഒരാളിങ്ങനെ കൈ നീട്ടി നിൽക്കുന്നുണ്ട്. കൈ ഇങ്ങനെ നീട്ടി നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്തോ ഇങ്ങനെ തോന്നി, ഇതിപ്പോൾ എന്താ. അപ്പോൾ അവൻ അങ്ങോട്ട് പോവുക, അയാളുടെ അടുത്തേക്ക് പോകുമ്പോൾ ഒരു യാചകൻ വന്നിട്ട് ഇവനോട് ഇങ്ങനെ പൈസ ചോദിക്കുന്നുണ്ട്. ഇവൻ അയാളോട് ദേഷ്യപ്പെട്ട് പൈസ ഒന്നുമില്ല പോ എന്ന് പറഞ്ഞിട്ട്, എന്നിട്ട് നേരെ മറ്റേ ആളുടെ അടുത്തേക്ക് ചെന്നു. അപ്പോൾ ചെന്നപ്പോഴാണ് മനസ്സിലായത് അയാളൊരു ബോർഡും പിടിച്ചാൽ നിൽക്കുന്നത്. ഇതേപോലെ ഒരു ബോർഡ് പിടിച്ചിങ്ങനെ നിൽക്കുന്നുണ്ട്. ആ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്, എനിക്ക് സംസാരിക്കാൻ കഴിയില്ല, എനിക്ക് കാത് കേൾക്കില്ല, എനിക്ക് കണ്ണും കാണൂല, എന്നെ ഒന്ന് സഹായിക്കാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇവൻ്റെ ഉള്ളിലൊരു കാരുണ്യം ഉണ്ടാവുക. അവനിങ്ങനെ തൊട്ടു അയാളെ. അപ്പോൾ അയാൾ ആദ്യം ഒന്ന് റിജക്റ്റ് ചെയ്തു, കാരണം സ്ട്രേഞ്ചർ അല്ലേ. പിന്നെ അവനിങ്ങനെ തോളിൽ പിടിക്കുന്ന സ്റ്റൈല് മാറ്റിയപ്പോൾ മനസ്സിലായി എന്നെ സഹായിക്കാൻ ആരോ വന്നതാണ്. അപ്പോൾ അയാൾ ഇതിൽ എഴുതി കൊടുത്തു, ഏതൊരു ബസ്സിൻ്റെ നമ്പർ, എന്നെ ആ ബസ്സിലേക്കൊന്ന് കയറ്റിത്തരാമോ എന്ന് ചോദിച്ചു. ഒരു നമ്പറുണ്ട്, ആ നമ്പറിലുള്ള ബസ്സിലേക്ക് എന്നെ ഒന്ന് കയറ്റിത്തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇവനിങ്ങനെ കയറ്റിത്തരാം ഓക്കെ എന്നുള്ള രീതിയിൽ പെരുമാറി. കുറച്ച് സമയം അവരിങ്ങനെ നിൽക്കുന്ന സമയത്ത് അയാൾ പറയുന്നുണ്ട്, ഇവിടെ കഫറ്റീരിയ എന്തെങ്കിലും ഉണ്ടോ, തൊട്ടടുത്ത് ഒരു ഷോപ്പ് എന്തെങ്കിലും ഉണ്ടോ, എനിക്കൊരു ബോട്ടിൽ വെള്ളം വേണം. അങ്ങനെ വെള്ളം വാങ്ങാൻ വേണ്ടി അവർ രണ്ടാളും ഒരു ഷോപ്പിലേക്ക് പോയി വെള്ളം വാങ്ങി. ഇയാളൊരു 100 രൂപ അയാളുടെ പോക്കറ്റിൽ നിന്ന് എടുത്ത് കൊടുത്തു. ഇവൻ എന്താ ചെയ്യുന്നതെന്നറിയോ, വെള്ളത്തിന് 10 രൂപയുള്ളൂ, ബാക്കി ഒരു 50 രൂപ അവൻ്റെ സ്വന്തം പോക്കറ്റിലേക്ക് ഇട്ട് മോഷ്ടിച്ച് ബാക്കി പൈസ ഇയാളുടെ ബാഗിലേക്ക് വെച്ചു കൊടുത്തു. ഇയാൾക്ക് കണ്ണാണില്ലല്ലോ. അങ്ങനെ അവർ വീണ്ടും ബസ് സ്റ്റോപ്പിൽ വന്നിരുന്ന് ഇവരെങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നറിയോ, ഇയാൾ ഓരോ ചോദ്യങ്ങൾ എഴുതി ചോദിക്കും, മറുപടി എങ്ങനെ പറയാ, ഇയാളെ കയ്യിൽ ഇങ്ങനെ എഴുതി കൊടുക്കുക വേണ്ടേ. ഇപ്പം നിങ്ങളെ വീട് എവിടെയെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ കാലിക്കറ്റ് എന്നാണെങ്കിൽ ഇയാളുടെ കയ്യിൽ ഇങ്ങനെ എഴുതി കൊടുത്താൽ മതി, നമ്മുടെ വിരലുണ്ട് കാലിക്കറ്റ് എന്നിങ്ങനെ. അപ്പോൾ ഇയാൾക്ക് വേഗം മനസ്സിലാവും. ഇങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ. പേരെന്താണ്, വീടെന്താണൊക്കെ എവിടെയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഇവൻ ഇയാളോട് ചോദിക്കുന്നുണ്ട്, എന്തേ ഇത്രയധികം ലേറ്റായത്, പാതിരാത്രി ആയില്ലേ, എന്തേ ഇത്രയും ലേറ്റായതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അയാൾ വേഗം മറുപടി പറഞ്ഞു, ഒരു ഫ്രണ്ടിനെ കാണാൻ വന്നതാണ് എന്ന് പറഞ്ഞു. ഡേറ്റ് എന്നാണ് എഴുതി കൊടുത്തത്. അപ്പോൾ ഇയാൾ നേരെ തിരിച്ചു ചോദിച്ചു, നീ എന്താണ് ഇത്രയും വൈകിയത്, കുറേ നേരമായില്ലേ, എന്താ വീട്ടിൽ പോകാത്തത് എന്ന് ചോദിച്ചു. അപ്പോൾ മറുപടി എഴുതണ്ടേ. ഇയാളുടെ കൈ ഇങ്ങനെ വാങ്ങി, അവൻ കൈ വാങ്ങിയിട്ട് കയ്യിലിങ്ങനെ എന്തോ എഴുതാൻ തുടങ്ങി, എന്നിട്ടത് മായ്ച്ചു കളഞ്ഞു.
പിന്നെയും കുറച്ചു നേരം ഇങ്ങനെ ആലോചിച്ച് ഇങ്ങോട്ട് എന്തോ എഴുതാൻ തുടങ്ങി, പിന്നെയും വായിച്ചു കളഞ്ഞു. പിന്നെ കുറച്ചു നേരം കൂടി ആലോചിച്ചിട്ട് എഴുതി. സെയിം, നിങ്ങളെപ്പോലെ തന്നെ ഒരാളെ കാണാൻ വന്നതായിരുന്നു, അങ്ങനെ വൈകിപ്പോയി. അതിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ തമാശകളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അത് കഴിഞ്ഞ് അയാളുടെ ബസ് വരുന്ന സമയമായി. ബസ്സിലേക്ക് അവൻ അദ്ദേഹത്തെ ഇങ്ങനെ തോളിൽ പിടിച്ച് കൊണ്ടുപോയി സീറ്റിലിരുത്തി. അപ്പോഴേക്ക് അവർ തമ്മിൽ നല്ലൊരു ബോണ്ടിങ് ഉണ്ടാവുന്നുണ്ട്. കുറേ നേരം സംസാരിച്ചില്ലേ, അപ്പം നല്ലൊരു ബോണ്ടിങ്, സൗഹൃദം ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ അയാളെ സീറ്റിലിരുത്തി ബസ്സിലെ ഡ്രൈവറോട് പറഞ്ഞു, ഇയാൾക്ക് ഇറങ്ങേണ്ട സ്റ്റോപ്പ് പറഞ്ഞു കൊടുത്തിട്ട് അദ്ദേഹത്തെ അവിടെ ഇറക്കണം, അദ്ദേഹത്തിന് കണ്ണ് കാണില്ല, അദ്ദേഹത്തെ സഹായിക്കണം എന്നൊക്കെ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു ഞാൻ ചെയ്തോളാം. അതെല്ലാം കഴിഞ്ഞ് ഇവൻ ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു കാര്യം ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ കൈ ഇങ്ങനെ വാങ്ങിയിട്ട് കയ്യിൽ ചോദിച്ചു, ആർ യു ഓക്കെ, ആർ യു ഓക്കെ. അപ്പോൾ ഇയാളിങ്ങനെ എഴുന്നേറ്റിട്ട് ചെയ്യുന്നൊരു കാര്യമുണ്ട്. ഇയാൾ അവൻ്റെ കൈ ഇങ്ങനെ വാങ്ങി, ആ കയ്യിൽ എഴുതിയത് എന്താണെന്നറിയോ? ഐ ആം ഓക്കെ. എന്നിട്ട് അതിങ്ങനെ മായ്ച്ചു. എന്നിട്ട് എഴുതിയത് യു വിൽ ബി ഓക്കെ. സാരല്ല, ഒക്കെ ശരിയാവും. ഇതാണ് എഴുതി. ഒരു കണ്ണൊക്കെ നിറഞ്ഞുപോയി. കരഞ്ഞുകൊണ്ടാണ് ആ ബസ്സിൽ നിന്ന് ഇറങ്ങിപ്പോരുന്നത്. എന്നിട്ട് അവൻ ആദ്യം ചെയ്യുന്നത് എന്താണെന്നറിയോ? അവനോട് നേരത്തെ പൈസ ചോദിച്ചൊരു യാചകനില്ലേ, അയാളവിടെ കിടക്കുന്നുണ്ട്. ഇയാളുടെ കയ്യിൽ നിന്ന് മോഷ്ടിച്ച പൈസയില്ലേ, ആ പൈസ എടുത്തിട്ട് ആ യാചകൻ്റെ തലയിണയുടെ താഴെ ഇങ്ങനെ വെച്ചു കൊടുത്തു. അയാൾ ഉറങ്ങിപ്പോയിട്ടുണ്ട്. ഒരു പകൽ മുഴുവനും ഇവൻ്റെ കൂടെ ഓടിച്ചാടി നടന്ന അവൻ്റെ ചങ്ങാതിമാർക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം, ഒരു സെക്കൻഡ് മെസ്സേജ് വൈകുമ്പോഴേക്ക് ദേഷ്യപ്പെടുന്ന അവൻ്റെ കൂട്ടുകാരിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം, കണ്ണും കാതും നാവുമില്ലാത്ത ജീവിതത്തിൽ ആദ്യമായി കണ്ടുമുട്ടിയൊരു മനുഷ്യന് മനസ്സിലായി. ഇവൻ്റെ ഉള്ളിൽ എന്തോ ഒന്ന് തിളക്കുന്നുണ്ട്, പെടയുന്നുണ്ട് എന്ന് മനസ്സിലായി. കാരണം അവൻ വീടില്ലാത്തൊരു കുട്ടിയായിരുന്നു. വീടുണ്ടെങ്കിലല്ലേ പോവുക. എന്തേ ഇത്ര നേരം വൈകി എന്നുള്ള ചോദ്യത്തിന് അവന് പെട്ടെന്ന് മറുപടിയില്ല. പെട്ടെന്ന് കിട്ടാത്ത ആ മറുപടിയിൽ നിന്ന് അയാളത് വായിച്ചെടുത്തു. ഇവൻ്റെ ഉള്ളിൽ എന്തോ ഒരു വിഷമുണ്ട്. ഈ ഷോർട്ട് ഫിലിമിൻ്റെ പേര് ഫീലിംഗ് ത്രൂ എന്നാണ് കേട്ടോ. നിങ്ങൾ കാണണം. ഫീലിംഗ് ത്രൂ ആ പേരിൽ തന്നെ ഉണ്ട്. എല്ലാം ഇതിൽ അഭിനയിച്ച ഈ ആളില്ലേ, കണ്ണില്ലാത്ത ഇയാൾ ശരിക്കും അങ്ങനെ തന്നെയാണ്. കണ്ണില്ലാത്ത, കാതില്ലാത്ത, സംസാരിക്കാൻ കഴിയാത്ത ഒരാളാണ് ശരിക്കും ആ ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചിട്ടുള്ളത്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പിന്നെ സാധാരണയിൽ നിന്ന് വ്യത്യാസമായി മുഖമൊന്ന് വാടി നിൽക്കുന്ന ഏതെങ്കിലും ഒരാളുടെ അടുത്ത് ചെന്നിട്ട് നിങ്ങൾക്ക് പറയാവുന്നൊരു കാര്യം ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ, ആരോടെങ്കിലുമൊക്കെ ഒന്ന് പറയണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ കേൾക്കാം എന്ന ഒരു വാഗ്ദാനമാണ് ഈ കോഓപ്പറേറ്റീവ് കോളേജിൻ്റെ മണ്ണിൽ നിങ്ങൾക്ക് വേറൊരു മനുഷ്യന് കൊടുക്കാവുന്ന ഏറ്റവും നല്ല സമ്മാനം. താങ്ക് യു. സാറ് പറഞ്ഞു, ഇപ്പം ലിസ്ണേഴ്സ് എന്നൊക്കെ പറഞ്ഞു ഒരു ക്യാമ്പയിൻ തുടങ്ങാം എന്നൊക്കെ. പക്ഷേ ഒരു ലിസ്ണർ ഉണ്ടായിട്ട് പോലും നമുക്ക് നമ്മുടെ മനസ്സ് തുറന്ന് പറയാൻ കഴിയാത്തൊരു സിറ്റുവേഷൻ വരും. ബെസ്റ്റ് ഫ്രണ്ട്, അമ്മ, അങ്ങനെ ഒരുപാട് പേര് നമുക്കുണ്ട് ചുറ്റോറും. പക്ഷെ നമുക്കൊരിക്കലും അവരോട് നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ പറയാൻ കഴിയുന്നില്ല. അങ്ങനെയുള്ളവർക്ക് കൊടുക്കാൻ പറ്റിയൊരു അഡ്വൈസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞുതരാൻ പറ്റും? സാധാരണ ഈ 10ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന കുട്ടികളില്ലേ, നിങ്ങളൊക്കെ അതിൽ കടന്നു പോകുന്ന ആൾക്കാരാണല്ലോ. ആ കുട്ടികൾ അനുഭവിക്കുന്നൊരു സ്ട്രെസ് ഉണ്ടാവും. കാരണം നാട്ടുകാർക്ക് മുഴുവനും ചോദിക്കാനുള്ള എന്തായിരിക്കും? 10ാം ക്ലാസ് ആണല്ലേ, SSLC ആണല്ലേ, ഇതന്നെയായിരിക്കും ചോദിക്കാനുണ്ടാവും. കല്യാണത്തിന് പോയാലും പിന്നെ സൽക്കാരത്തിന് പോയാലും അങ്ങാടിക്ക് ഇറങ്ങിയാലും വീട്ടിലെന്തായാലും ഇതന്നെയായിരിക്കും ഉണ്ടാവുക. ഇതന്നെ ചോദിച്ചുകൊണ്ടിരിക്കുക. സ്കൂളിൽ പിന്നെ ഉറപ്പാണല്ലോ അതായിരിക്കും.
വീട്ടിലെത്തിയാലോ ഇതന്നെ ആയിരിക്കും. അപ്പോൾ ചില പാരൻസൊക്കെ വന്നിട്ട് ഇങ്ങനെ ചോദിക്കും, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഞങ്ങളുടെ കുട്ടീനെ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിക്കും. അപ്പോൾ അവരോട് പറയാറുള്ളൊരു കാര്യമുണ്ട്, എന്താണെന്നറിയോ, പഠിച്ചോ പഠിച്ചിട്ടില്ലേ, പഠിച്ച് പൂർത്തിയായോ, എഴുതിയോ, ഇതൊക്കെ എല്ലാവരും ചോദിക്കുന്നുണ്ടാവും. സ്കൂളിൽ നിന്ന് എന്തായാലും ചോദിക്കും. നിങ്ങൾ വീട്ടിൽ നിന്ന് ഇതൊക്കെ തന്നെയല്ലേ ചോദിക്കുക. പരീക്ഷയ്ക്ക് പോകാൻ ഇറങ്ങുന്ന ആ കുട്ടി അനുഭവിക്കുന്നൊരു സ്ട്രെസ് ഉണ്ടാവും. ഈ ചോദ്യങ്ങൾ കൊടുക്കുന്ന ഒരു ഓവർ സ്ട്രെസ് ഉണ്ടാവും. അങ്ങനെ ഇറങ്ങുന്ന കുട്ടിയോട് പെണ്ണെടുത്തോ, മറ്റേതെടുത്തോ, മറ്റേ സാധനം എടുത്തോ, ഒക്കെ പഠിച്ചിട്ടില്ലേ, ഇങ്ങനെയൊക്കെ ചോദിക്കുന്നതിന് പകരം ഇതൊന്നും ഒരു ദിവസം ചോദിക്കാതെ കുറച്ച് നേരം ആ മോനെ അല്ലെങ്കിൽ ആ മോളെ ഒന്ന് കെട്ടിപ്പിടിച്ച് നിന്ന് നോക്കൂ. വേറെ എവിടുന്നും കിട്ടില്ല അത്. വേറെ എവിടുന്നും ഒരാളിൽ നിന്നും കിട്ടാത്ത ഒരു ഇന്ദ്രജാലാനുഭവമാണത്. അതൊന്ന് കൊടുത്തു നോക്കൂ കുറച്ച് നേരം. ഒരു മിനിറ്റ് നേരം ഇങ്ങടെ ആ മോനെ മോളെ ഒന്ന് കെട്ടിപ്പിടിച്ച് നിന്ന് നോക്കൂ. ആ മനസ്സിങ്ങനെ തണുക്കും. ആ തണുത്ത മനസ്സോടെ ആ കുട്ടി പരീക്ഷയ്ക്ക് പോയിരുന്നോട്ടെ, കുറച്ചുകൂടെ സമാധാനത്തിൽ ആ കുട്ടിക്ക് എഴുതാൻ കഴിയില്ലേ എന്ന് ചോദിച്ചു. അനിയത്തി ചോദിച്ച ആ ചോദ്യത്തിനുള്ള മറുപടി അതന്നെയാണ്. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അവിടെ വർത്താനൊന്നും ഉണ്ടാവില്ല, ഒന്നുമില്ല, ഒരാളൊന്നും സംസാരിക്കണ പോലുമില്ല. പക്ഷേ ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യൻ്റെ ചൂടിൽ കുറച്ച് നേരം ഒന്ന് കെട്ടിപ്പിടിച്ച് നിൽക്കുമ്പോൾ നമ്മളിങ്ങനെ ഉരുകും. അതാ, ഒന്നും പറയൊന്നും വേണ്ട, അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ. ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യൻ്റെ ചൂടിൽ ഒന്ന് കെട്ടിപ്പിടിച്ച് നിന്ന് നോക്കൂ. നമ്മളിങ്ങനെ കെട്ടിപ്പിടിക്കുമ്പോൾ ഹഗ് ചെയ്യുമ്പോൾ നമ്മൾ കണ്ണടച്ചു പോവും. കണ്ണിങ്ങനെ അടച്ചു പോവും. അതെന്തുകൊണ്ടാണെന്നറിയോ? പ്രാർത്ഥിക്കുമ്പോൾ കണ്ണടക്കൂലേ, അതേപോലെ തന്നെ ഈ കെട്ടിപ്പിടിക്കുമ്പോൾ എന്താ സംഭവിക്കണമെന്നറിയോ? നമ്മുടെ ഹൃദയങ്ങൾ അത്രയും അടുത്ത് വരുന്ന വേറൊരു സമയമില്ല എന്നുള്ളത്. ഹൃദയം കൊണ്ട് വേറൊരു ഹൃദയത്തെ കെട്ടിപ്പിടിക്കാൻ കഴിയില്ലല്ലോ. പക്ഷെ മനുഷ്യന്മാർ തമ്മിൽ കെട്ടിപ്പിടിക്കുമ്പോൾ എന്താ സംഭവിക്കണേ? ഹഗ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കണേ? ഹൃദയങ്ങൾ അത്രയും അടുത്ത് വരുന്ന സമയമാണ്. തിച്ച് നാറ്റ് ഹാൻ എന്ന് പറയുന്ന ഒരാളുണ്ട്, ഒരു ബുദ്ധിസ്റ്റ് ആണ്. ഈ അടുത്ത് മരിച്ചുപോയി. 100 വയസ്സൊക്കെ ആയിട്ടുണ്ട്, അപ്പോഴാണ് മരിച്ചു പോയത്. പേരെന്താണ്? നിങ്ങൾ പറ്റുമെങ്കിൽ അദ്ദേഹത്തിൻ്റെ യൂട്യൂബിലെ സ്പീച്ചൊക്കെ ഒന്ന് കേട്ട് നോക്കണ്ട കേട്ടോ. ഒരാളെ കെട്ടിപ്പിടിക്കുമ്പോൾ ഉണ്ടാവുന്ന മനസ്സിൻ്റെ തണുപ്പ് എന്ന് പറഞ്ഞില്ലേ, അതേപോലെ തണുപ്പ് തരുന്ന ഒരു ഗുരുവാണ്. തിച്ച് നാറ്റ് ഹാൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. TICH NJAT, തിച്ച് നാറ്റ് ഹാൻ. ഈ ഒരു ഗുരുവിനെ കണ്ടുമുട്ടുക എന്ന് പറഞ്ഞാലില്ലേ, ഒരു ഭയങ്കര സംഭവമാണ്. അയാളെ നമ്മൾ ജീവനോടെ കാണണമെന്നൊന്നുമില്ല. നമ്മൾക്ക് ഗൈഡ് ചെയ്യുന്നൊരു മനുഷ്യനുണ്ടാവുക എന്ന് പറയുന്നത് ഭൂമിയിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ്. അതുകൊണ്ടാണ് ആ ഗുരുവിൻ്റെ പേര് പറഞ്ഞത് കേട്ടോ. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമുണ്ട്, അതിൽ പറയുന്നുണ്ട് ഒരാൾ ഒരു ദിവസം 7 പ്രാവശ്യമെങ്കിലും ഹഗ് ചെയ്യണമെന്ന്. അതിന് മനുഷ്യനെ തന്നെ ആവണമെന്നൊന്നുമില്ല. ഒരു പൂച്ചക്കുട്ടിയെ ആവാം, ഒരു ചെടിയെ ആവാം, ഒരു മരത്തെ ആവാം, ഒരു പുസ്തകത്തെ ആവാം. ഹഗ് ചെയ്യണമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. 7 പ്രാവശ്യമെങ്കിലും ഒരാൾ വേറെ ഒന്നിനെ ഹഗ് ചെയ്യണം. നമുക്ക് ഒറ്റയ്ക്ക് കെട്ടിപ്പിടിക്കാൻ കഴിയില്ലല്ലോ. അതാണ് അതിൻ്റെ ഒരു പ്രശ്നം കേട്ടോ. സംസാരം മാത്രമല്ല, നോൺ വെർബലായ കമ്മ്യൂണിക്കേഷൻസും ഉണ്ട്, വാക്ക് കൊണ്ടല്ലാത്ത സംസാരങ്ങളും ഉണ്ട്. ഇപ്പം ഞാനീ പറയണത് നിങ്ങൾക്ക് എല്ലാവർക്കും കേൾക്കാം. പക്ഷെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടൊരു മനുഷ്യൻ ഞാൻ പറയാത്തതും കേൾക്കും. എൻ്റെ കണ്ണൊന്ന് വാടുമ്പോൾ അയാൾക്ക് മനസ്സിലാവും, എൻ്റെ വാക്കൊന്ന് ഇടറുമ്പോൾ അയാൾക്ക് മനസ്സിലാവും, എൻ്റെ പ്രസംഗം നന്നായിട്ടില്ലെങ്കിൽ അയാൾക്ക് മനസ്സിലാവും ഉള്ളിലെന്തോ ഒരു സാധനം കിടക്കുന്നുണ്ട്. അത് നാട്ടുകാർക്കൊന്നും മനസ്സിലാവില്ല, ഒരാൾക്ക് മനസ്സിലാവും. അതാ, അങ്ങനെ ഒരാൾ ഭൂമിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യനെ ഒന്ന് ആ മനുഷ്യൻ്റെ ചൂടത്തിരിക്കുമ്പോൾ, അതാണ് ആ മനുഷ്യൻ്റെ ചൂടത്തിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു റിലീഫുണ്ട്. അതാണ് എനിക്ക് അതിനുള്ള പരിഹാരം തോന്നുന്നത്.